ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. അധികാര സ്വഭാവമുള്ള പാരന്റിംഗ്, ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ: അധികാര സ്വഭാവമുള്ള മാതാപിതാക്കൾ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായ അനുസരണം പ്രതീക്ഷിക്കുന്നു. അവരുടെ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത നിയമങ്ങളാണ്. നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കടുത്ത ശിക്ഷകൾ കർശനമായി നടപ്പിലാക്കുന്ന കുട്ടികളുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയോ കേൾക്കുകയോ വികാരങ്ങളെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത മാതാപിതാക്കൾ, ഇവർ മക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യങ്ങളൊന്നും കൊടുക്കില്ല. ഉയർന്ന പ്രതീക്ഷകൾ, കുറഞ്ഞ പ്രതികരണ ശേഷി. അഥവാ ഒരു കുട്ടിക്ക് സ്കൂളിൽ മാർക്ക് കുറഞ്ഞു എന്ന് വയ്ക്കുക. മാതാപിതാക്കൾ കുട്ടിയുടെ പഠന രീതിയെക്കുറിച്ച് അവനോട് ചോദിക്കില്ല. അവൻ ഈ മേഖലയിൽ ബുദ്ധിമുട്ടാകുന്ന അല്ലെങ്കിൽ അവൻ ഈ മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അവനോട് ചോദിക്കുന്നില്ല. പകരം നീ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന കുറ്റപ്പെടുത്തലാണ് ഇവൻ കേൾക്കേണ്ടി വരുന്നത്. അടുത്ത തവണ മുഴുവൻ മാർക്കും വാങ്ങണം, അല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ മക്കളുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ, പ്രശ്നങ്ങളോട് മാന്യമായി പരിഗണിക്കാതെ, ഉയർന്ന നിലവാരം മാത്രം പ്രതീക്ഷിക്കുന്ന ഈ സമീപനം കുട്ടികളിൽ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയായേക്കും. അതുപോലെ അടുത്ത ഒരു ഭാഗമാണ് കുട്ടിയുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും അവഗണിക്കുന്നു. അഥവാ കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. അവൻ കളിക്കാൻ പോവുകയാണെങ്കിൽ അവനോട് നീ ഇപ്പോൾ കളിക്കാൻ പോകേണ്ടതില്ല, കാരണം നീ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, നീ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ നിനക്ക് കളിക്കാൻ പോകാൻ അനുവാദമില്ല എന്ന നിർബന്ധിതമായ തടഞ്ഞുവെക്കല്. ഇങ്ങനെ കുട്ടിയുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും മാനിക്കാതെ തങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് കുട്ടികളിൽ നിരാശയും അതുപോലെ ഒറ്റപ്പെടലും ഉണ്ടാക്കിയേക്കാം. അതുപോലെ അടുത്തത് സംഭാഷണങ്ങൾക്ക് പകരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്. ഉദാഹരണത്തിന്, രാത്രി 8 മണിക്ക് ശേഷം TV കാണാൻ പാടില്ല. ഇങ്ങനെയൊരു നിയമം മാതാപിതാക്കൾ അങ്ങ് നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുന്നതെന്നോ കുട്ടി ചോദിച്ചാൽ ആ കുട്ടിയോട് പിതാവ് അല്ലെങ്കിൽ മാതാവ് പറയുന്ന മറുപടി, ഞാൻ പറഞ്ഞാൽ നീ അനുസരിച്ചാൽ മാത്രം മതി, ചോദ്യങ്ങൾ വേണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് തൻ്റെ മാതാപിതാക്കളോട് സംവദിക്കാനോ സംസാരിക്കാനോ ഉള്ള അവസരത്തെ നിഷേധിക്കുകയാണ്. നിയമങ്ങൾ എന്തിനാണെന്ന് വിശദീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. അനുസരണം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. കുട്ടികളിൽ ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. കുട്ടികളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തിയേക്കാം? അധികാര സ്വഭാവമുള്ള പാരന്റിംഗ് ശൈലി കുട്ടികളിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തും. ഇത് അവരുടെ വ്യക്തിത്വ വികാസത്തെയും സാമൂഹിക ബന്ധങ്ങളെയും വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. അതിലൊന്ന്, അവന് ആത്മവിശ്വാസം കുറയും. അഥവാ മാതാപിതാക്കളുടെ നിരന്തരമായ വിമർശനങ്ങളും ശിക്ഷകളും കാരണം ഒരു കുട്ടിക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. ചെയ്യുന്നതൊന്നും ശരിയാകില്ല എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വളർന്നു വരും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ അവൻ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്കെത്തും. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിക്കുന്നു. അടുത്തത്, സാമൂഹിക കഴിവുകൾ ഇവർക്ക് കുറവായിരിക്കും. മാതാപിതാക്കൾ കുട്ടികളെ മറ്റുള്ളവരുമായി ഇടപഴകാൻ അനുവദിക്കാതെ ഇരിക്കുകയും എപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ മാത്രം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂട്ടുകാരുമായി കളിക്കാനും ആശയവിനിമയം നടത്താനും ഉള്ള അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്. അത് കുറഞ്ഞു വരികയാണ്.
ഇത് സാമൂഹിക സാഹചര്യങ്ങളിൽ തങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ തരണം ചെയ്യാമെന്നും അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും പഠിക്കുന്നതിൽ നിന്നും ഈ കുട്ടികളെ തടയപ്പെടുന്നു. ഇത് സാമൂഹിക കഴിവുകൾ കുറയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അടുത്തത്, ഇവർ വിമർശനങ്ങളെ ഭയപ്പെടുന്നവരായി മാറും. ഉദാഹരണത്തിന്, അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് മാതാപിതാക്കളിൽ നിന്ന് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു കുട്ടി പിന്നീട് തെറ്റുകൾ മറച്ചു വയ്ക്കാനും സത്യം പറയാതിരിക്കാനും അവനെ പ്രേരിപ്പിക്കപ്പെടുന്നു. ഇത് ഭാവിയിൽ അവനു നേരെ വരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള അവൻ്റെ കഴിവിനെ, അവൻ്റെ പക്വതയെ ഇല്ലായ്മ ചെയ്യുന്നു, പ്രതികൂലമായി ബാധിക്കുന്നു. സത്യസന്ധത ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിലേക്ക് വഴിമാറിപ്പോകും അവൻ. അതുകൊണ്ട് അധികാര സ്വഭാവമുള്ള പാരന്റിംഗ് ശൈലിക്ക് അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. കുട്ടികളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അച്ചടക്കം വളർത്തിയെടുക്കാൻ കഴിഞ്ഞേക്കാം, ഇത് സഹായിച്ചേക്കാം. പക്ഷേ അവരുടെ ആത്മവിശ്വാസത്തെയും സാമൂഹിക കഴിവുകളെയും പ്രതികൂലമായി ബാധിക്കാം. സ്നേഹവും പിന്തുണയും നൽകി അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു വളർച്ചാ അന്തരീക്ഷം ഒരുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ തുറന്ന ആശയവിനിമയം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ശിക്ഷണത്തോടൊപ്പം സ്നേഹവും പരിഗണനയും നൽകി കുട്ടികളെ നല്ല വ്യക്തികളായി വളർത്താൻ നമുക്ക് ശ്രമിക്കാം.